നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ഷിയാസിന്റെയും സാബുവിന്റെയും പതിവ് തമാശകളോടെയാണ് ബിഗ് ബോസിലെ 72-ാം ദിവസം ആരംഭിച്ചത്. അർച്ചനയും ബഷീറും പേളിയും ഒക്കെ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് തങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾക്ക് പരിക്കുണ്ടെന്നും മർമാണി ചികിത്സ വേണമെന്നും സാബുവും അർച്ചനയും പേളിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പേളിയും സുരേഷും സംസാരിക്കുന്നതിലേക്ക് കടന്നു. പിന്നീട് ഹിമയെക്കുറിച്ചായിരുന്നു സുരേഷ് പറഞ്ഞത്. ഓരോന്ന് പറഞ്ഞു കയറിപ്പോയിട്ട് അവസാനം സ്ത്രീ എന്നാണ് ഹിമ പറയുന്നതെന്നും അത് പറയാൻ അവകാശമുള്ളവർ വേറെയുണ്ടെന്നും സുരേഷ് പറഞ്ഞു. ഇതിനുശേഷം സുരേഷ് തന്നോട് അനാശാസ്യം എന്ന വാക്ക് ഉപയോഗിച്ചത് ഇഷ്ടമായില്ലെന്നും അതാണ് തന്റെ പ്രതികരണത്തിന് കാരണമെന്നും ഹിമ പേളിയോട് പറഞ്ഞു. പിന്നീട് പേളിയും ഷിയാസും ഹിമയും സംസാരിക്കുന്നിടത്തെത്തിയ സാബു ഷിയാസിന് വായിലൊട്ടിക്കാനായി പ്ലാസ്റ്റർ കൊടുത്തു. ഷിയാസ് അത് ഒട്ടിച്ചു. ടാസ്കിനുള്ള അവസരമായിരുന്നു അടുത്തത്. 2 പേർ വീതമാണ് മത്സരിക്കേണ്ടത്. അർച്ചനയും ബഷീറുമാണ് മത്സരിക്കാൻ എത്തിയത്. 3-ാം മുറ എന്നായിരുന്നു ആദ്യത്തെ ടാസ്കിന്റെ പേര്. അർച്ചനയും ബഷീറുമാണ് 2 ഗ്രൂപ്പുകളിലെയും ലീഡർമാർ. ഐസ് കെട്ട് നിറച്ച് ബാത്ത് ടബിൽ കിടക്കാനായിരുന്നു ആദ്യ ടാസ്ക്. ബഷീറും അർച്ചനയുമാണ് മത്സരിച്ചത്. 2-ാം ഘട്ടത്തിൽ ഇരുവരും ചെളി നിറച്ച കുളത്തിൽ നിന്ന് ബോൾ കണ്ടെത്തണം. 2-ാം ഘട്ടത്തിൽ പക്ഷേ അവർ പരാജയപ്പെട്ടു. ഇതോടെ 3-ാം ഘട്ടം നിർണായകമായി മാറി. ചെറിയ വ്യത്യാസത്തിൽ പക്ഷേ 3-ാം ഘട്ടത്തിലും പരാജയപ്പെട്ടു. പുറത്തിറങ്ങിയാൽ തങ്ങൾക്ക് മാത്രമായി ഒരിടം കണ്ടെത്തണമെന്ന് സുരേഷും സാബുവും പദ്ധതിയിട്ടു. തങ്ങളെന്ന് അവർ ഉദ്ദേശിച്ചത് ബിഗ് ബോസിലെ ടീമിനെ ആയിരുന്നു. ഇതിനിടെ നഷ്ടപ്പെട്ട ലക്ഷറി പോയിന്റിന് പകരം കുറച്ച് പോയിന്റ് കടമായിട്ട് ചോദിക്കണമെന്നും അവർ പറഞ്ഞു. ഇതിനുശേഷം ലക്ഷറി ടാസ്കിലെ 2-ാം റൗണ്ട് ആരംഭിച്ചു. ഇതിന് നേരത്തെ കഴിഞ്ഞതിൽ ഒരു ടാസ്ക് വീണ്ടും എടുക്കണം. ഐസ് വെള്ളത്തിലെടുക്കുന്നതാണ് അവർ തെരഞ്ഞെടുത്തത്. ഷിയാസും അതിഥിയുമാണ് മത്സരിക്കാനായി ഇത്തവണ എത്തിയത്. പതിവ് പോലെ തമാശ കളിച്ചുകൊണ്ടായിരുന്നു ഷിയാസ് മത്സരിച്ചത്. അതിഥിക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ ഷിയാസ് അതിഥിയെ കളിപ്പിക്കുകയും ചെയ്തു. ഇരുവരും വിജയകരമായി തന്നെ ആ ഘട്ടം പൂർത്തിയാക്കി. 2-ാം ഘട്ടത്തിൽ ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി നൽകി. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ചോദ്യങ്ങളൊക്കെ. 15-ൽ 13 മാത്രമേ അവർക്ക് ഉത്തരം നൽകാനായുള്ളൂ. തേങ്ങക്കൊല എന്നായിരുന്നു 3-ാമത്തെ ടാസ്കിന്റെ പേര്. തേങ്ങയുടെ ചകിരി കടിച്ചു കളയുകയായിരുന്നു ടാസ്ക്. 2-ാം ഘട്ടം അവർ വിജയകരമായി പൂർത്തിയാക്കി. പിന്നീട് ഹിമ കരയുന്നത് കണ്ട് സാബു അവിടേക്ക് എത്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഹിമയെ വല്ലാതെ വേദനിപ്പിച്ചെന്നും അതാണ് കരയാൻ കാരണമെന്നും അർച്ചന സാബുവിനോട് പറഞ്ഞു. പകരം ചെയ്യാൻ വന്നതിനാണ് തന്നെ വിഷമിപ്പിച്ചതെന്ന് പറഞ്ഞായിരുന്നു ഹിമ കരഞ്ഞത്. എല്ലാം കഴിഞ്ഞതും മായച്ചു കളയണമെന്നും സാബു പറഞ്ഞു. അതേസമയം തന്നോട് അലമ്പാക്കാൻ വന്നാൽ തിരിച്ചും അത് ചെയ്യുമെന്നും സാബു പറഞ്ഞു. തമാശ രൂപത്തിലായിരുന്നു സാബു സംസാരിച്ചതെങ്കിലും ഹിമയോടുള്ള വിയോജിപ്പ് ആ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. രാത്രിയോടെ ബഷീറും സുരേഷും അർച്ചനയും സാബുവും അതിഥിയും ചേർന്ന് ഒരുമിച്ചിരുന്ന് പാട്ടുപാടി. രസകരമായ നിമിഷങ്ങളായിരുന്നു. സുരേഷിന്റെ പാട്ട് എല്ലാവരും ചേർന്ന് ആസ്വദിച്ചു. പുറകെ മറ്റുള്ളവരും അവിടെ എത്തിച്ചേർന്നു. അടുത്ത ടാസ്കിനുള്ള സമയമായി. ലഭിക്കുന്ന വിഷയത്തെ കഥയാക്കി മാറ്റുകയായിരുന്നു ടാസ്ക്. കൊതുക് എന്ന വിഷയത്തിലായിരുന്നു സംസാരിച്ചത്. എല്ലാവരും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൊതുകിനെ കുറിച്ച് സംസാരിച്ചത്. 2-ാമത്തെ വിഷയം മുട്ട കൂടോത്രം എന്ന വിഷയമായിരുന്നു. 3-ാം വാക്ക് അലുവയും മത്തിക്കറിയുമായിരുന്നു. വീട്ടിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു എല്ലാവരും സംസാരിച്ചത്. യക്ഷി എന്നതായിരുന്നു 4-ാമത്തെ വാക്ക്. ഹിമയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഇത്തവണ എല്ലാവരും സംസാരിച്ചത്. ചിരി നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഈ ടാസ്ക് സമ്മാനിച്ചത്. പരസ്പരം പാര പണിതുകൊണ്ടായിരുന്നു അവർ ടാസ്ക് ആഘോഷമാക്കിയത്. രാത്രി പതിവ് പോലെ ശ്രീനിഷും പേളിയും ഒഴിഞ്ഞ മൂലയിലെത്തി. ജീവിതത്തെക്കുറിച്ചും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. കല്യാണത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമെല്ലാം അവർ സംസാരിച്ചു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.